വാദവിവാദങ്ങളും തർക്കവിതർക്കങ്ങളും ഒക്കെ തുടരട്ടെ. ചൂരൽമല നീറുന്ന മനസ്സോടെ കാത്തിരിക്കുകയാണ്. അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കാണേണ്ടതും. വന്യജീവികൾ ചുരമാന്തട്ടെ, സഞ്ചാരികളുടെ സംഘം മുന്നോട്ട് എന്നാണല്ലോ എല്ലാ പ്രസ്ഥാനങ്ങളിലെയും നയിക്കുന്ന ആപ്തവാക്യം. ചൂരൽമലയിൽ, ദുരന്തമേഖലയിൽ അവിടെയുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സർക്കാർ ചെയ്യുന്നത്? സമാനതകളില്ലാത്ത വിധം ഒരു നാടിനെയും ലോകത്തെയും ഞെട്ടിച്ച, അത്യന്തം ദുഃഖത്തിലാഴ്ത്തിയ ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 2 മാസം പിന്നിടുകയാണ്. ചൂരൽമലയിലെ ദുരന്തം സമാനതകളില്ലാത്ത വിധത്തിലുള്ള ദുരന്തമായിരുന്നെങ്കിലും ആ ദുരന്തത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും, ദുരന്തഘട്ടത്തിൽ, ദുരന്ത നിവാരണ ഘട്ടത്തിൽ, ദുരന്ത പ്രതിരോധ ഘട്ടത്തിൽ നാട് മുഴുവൻ ഒന്നായി നിന്ന വലിയ അനുഭവമാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിന് അവതരിപ്പിക്കാനായത്. ചൂരൽമലയിൽ മരണമടഞ്ഞവരുടെയും അവരുടെ ബന്ധുക്കളുടെയും കാര്യത്തിൽ മാത്രമല്ല, ചൂരൽമലയിലെ ദുരന്തത്തിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളുമായി സർക്കാർ രംഗത്തിറങ്ങുകയുണ്ടായി. അടിയന്തരമായ 10,000 രൂപയുടെ ധനസഹായം, ഒരു വീട്ടിൽ 2 പേർക്ക് സമാശ്വാസ തൊഴിൽ എന്ന നിലയിൽ ദിവസം 300 രൂപ നൽകുന്ന സഹായം, ഓരോ മൃതശരീരവും മറവ് ചെയ്യുന്നതിന് 10,000 രൂപ ബറയിൽ എക്സ്പെൻസായി നൽകുന്ന സഹായം, എല്ലാ വീടുകൾക്കും വാടകയായി 6,000 രൂപ വീതം നൽകുന്ന സഹായം, ഇങ്ങനെ തുടങ്ങി കേവലം ദുരന്തഘട്ടത്തിൽ മാത്രമല്ല, ദുരന്തത്തിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി സർക്കാർ എന്ന നിലയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച് വലിയ മുന്നേറ്റമാണ്, വലിയ സഹായമാണ് കാര്യത്തിൽ നൽകാനായത്. ഏറ്റവും അവസാനം ഇന്നലെ ക്യാബിനറ്റ് തീരുമാനിച്ചതുപോലെ ആ ദുരന്തത്തിൽ മാതാപിതാക്കൾ 2 പേര് നഷ്ടപ്പെട്ട എല്ലാ കുട്ടികൾക്കും, 6 പേരുണ്ട്, അങ്ങനെ 10 ലക്ഷം രൂപ വീതയും, അതുപോലെ തന്നെ മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട 8 പേർക്ക് 5 ലക്ഷം രൂപ വീതയും, ശിശു വനിതാ വകുപ്പ് പ്രത്യേകമായ സഹായം നൽകുന്നതുൾപ്പെടെ തുടർച്ചയായി ഈ ദുരന്തബാധിതരുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ വിധത്തിലുള്ള നടപടികളും എല്ലാ ജനങ്ങളെയും കൂട്ടിച്ചേർത്ത് നടത്തുകയാണ്. ആഗസ്റ്റ് 30 എന്ന 1 മാസക്കാലത്തെ തീയതി താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടി വരും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഓഗസ്റ്റ് 24 ആകുമ്പോഴേക്കും അവിടെ രൂപീകരിക്കപ്പെട്ട 17 ക്യാമ്പുകളിൽ നിന്നും ബന്ധുവീടുകളിലേക്കും താൽക്കാലിക വാടക വീടുകളിലേക്കും സർക്കാർ കേന്ദ്ര ക്വാർട്ടേഴ്സുകളിലേക്കും ആളുകളെ മാറ്റാനായതും ഒരു വലിയ മുന്നേറ്റമായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ദുരന്തമുണ്ടായ ഘട്ടം മുതൽ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ്, ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നാം നേതൃത്വം നൽകിയത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവിടെ എത്തി, 2 or 3 ഗവർണർമാർ തന്നെ എത്തി, കേന്ദ്രമന്ത്രിമാരെത്തി, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂടിക്കണ്ട് പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വം നൽകി. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു മനസ്സായി അന്നും ഇന്നും നിൽക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആഗസ്റ്റ് 9 ദുരന്തം നടന്ന് 10 ദിവസത്തിനകം ഒരു ദുരന്തഘട്ടത്തിൽ ഉണ്ടാകുന്ന ചെലവുകളും വരാനിരിക്കുന്ന ചെലവുകളും എല്ലാം കൂട്ടി തയ്യാറാക്കി ഒരു ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന നിലയിൽ കേരളത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, ലോസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മെമ്മോറാണ്ടം വേണം എന്ന് പറഞ്ഞപ്പോൾ 10 ദിവസത്തിനുള്ളിൽ കേന്ദ്ര മന്ത്രിതല സംഘം ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ, ഉദ്യോഗസ്ഥ സംഘം ഇവിടെ പരിശോധിച്ചപ്പോൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ കുറേ കൂടി മൈന്യൂട്ടായി ആ കാര്യങ്ങൾ സൂചിപ്പിക്കണം, കണക്ക് തലതിരിച്ചെഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും വരുന്ന ചിലവും ഓരോ സംഭവങ്ങൾക്കും വരുന്ന ചിലവും പ്രത്യേകമായി രേഖപ്പെടുത്തി ആഗസ്റ്റ് 17 തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ സമർപ്പിക്കുകയും അത് അവിടെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ടെന്ന് കേന്ദ്ര ദുരന്ത നിവാരണ വകുപ്പ് അറിയിക്കുകയും ചെയ്തു. സങ്കടകരമായ കാര്യം, നാം പ്രതീക്ഷിച്ചതുപോലെ ദുരന്തഘട്ടത്തിൽ കേരളത്തിനുണ്ടായ നഷ്ടവും അതോടൊപ്പം പുനരധിവാസത്തിന് വേണ്ടി കേരളത്തിന് വരാൻ പോകുന്ന ചെലവുകളും മലയാളിക്ക് വേണ്ടി നാം എഴുതി തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനോട് തുടർച്ചയായി സഹായ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി 2ാമതും പോയി. അദ്ദേഹം താമസിയാതെ ഈ സംഭവങ്ങളെല്ലാം പരിശോധിച്ച് നടപടികൾ ഉണ്ടാകും എന്ന് നമ്മളോട് പറഞ്ഞു. തുടർന്ന് കോടതിയിലുണ്ടായ ഒരു കേസിനെ തുടർന്ന് കോടതി തന്നെ സ്വമേധയാ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും 6 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൽ ഏറ്റവും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സഹായവും 2 മാസക്കാലം കഴിയും വരെ ലഭ്യമായിട്ടില്ല എന്നുള്ളത്
വളരെയേറെ പ്രതിഷേധത്തോടെയും പ്രയാസത്തോടെയും നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്. കേരളത്തിന് ഇക്കാര്യത്തിൽ പ്രതിഷേധവും പ്രയാസവും ഉണ്ടെങ്കിലും ഒരു വൈകാരികമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല, വികാരങ്ങൾക്ക് തീ കൊളുത്തിക്കൊണ്ട് ഉള്ള ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്നാണ് കേരള സർക്കാരിൻ്റെ പല പ്രതിനിധികളും താങ്കളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കിട്ടാനുള്ളത് കിട്ടട്ടെ, അതിനെ നിലപാടുകൾ ബാധിക്കരുത് എന്ന ഒരു സമീപനം. പക്ഷേ സമൂഹത്തിൽ ഉള്ള ഒരു ചൊല്ല് ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് തന്നെ നേരിടണം എന്നാണ്. കേരളം കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെ ഏതു വഴിയിലൂടെ മറികടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നൊരു കാര്യമുണ്ട്. കേന്ദ്ര സഹായം നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തണം എന്നും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രത്യേക സന്ദേശം നൽകും. കേരളത്തിൻ്റെ വികാരം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കും. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഞങ്ങൾ ഒരു ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദുരന്ത മേഖല നാളെ എങ്ങനെ മാറണം, ദുരന്ത മേഖലയിൽ അകപ്പെട്ടു പോയ മനുഷ്യർ നാളെ എവിടെ ജീവിക്കണം എന്നത് സംബന്ധിച്ച ഒരു സ്വപ്നത്തിൻ്റെ ചിത്രം. എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? ഒരു പുനരധിവാസ അതിജീവന പദ്ധതി എന്താണ് മിനിസ്റ്റർ? കേരളത്തിലെ ഗവൺമെൻറ് പക്ഷേ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി എല്ലാ ജനങ്ങളെയും കൂട്ടി സ്ഥായിയായ പുനരധിവാസ പ്രക്രിയയ്ക്ക് പോവുകയാണ്. ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്തതുപോലെ 60 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ദുരന്ത ബാധിതരെ മുഴുവൻ താമസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഗവൺമെൻറ് കണ്ടെത്തി. എങ്ങനെ ദുരന്ത ബാധിതരെ കണ്ടെത്തണമെന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ടാക്കി. ദുരന്ത ബാധിതരെ കണ്ടെത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് കൃത്യം വീട് നഷ്ടപ്പെട്ട് അവിടെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് അങ്ങോട്ട് തിരിച്ചു പോകാൻ കഴിയാതെ ഒറ്റപ്പെട്ട കൃത്യമായ ദുരന്ത ബാധിതർ, അവരുടെ ലിസ്റ്റ് റവന്യൂവും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഡോക്ടർ ജോൺ മത്തായി ഉൾപ്പെടെയുള്ള ഭൗമ്യശാസ്ത്ര പഠന സംഘം തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ട് ടു ഗോ സോൺ എന്ന് തീരുമാനിച്ച സ്ഥലങ്ങൾ, നല്ല വീടുകളുണ്ടെങ്കിലും താമസം ഉറപ്പല്ല അഥവാ സുരക്ഷിതമല്ല എന്ന് കാണുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത ആളുകൾ, ഇവരുടെ 2 പേരുടെയും ലിസ്റ്റ് ഉണ്ടാക്കി അത് പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും അറിഞ്ഞ് ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നു. ഇവിടെ 2 ടൗൺഷിപ്പുകളാണ് മുഖ്യമന്ത്രിയുടെ ആശയപ്രകാരം തയ്യാറാക്കിയത്. സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷവും ആശയം അംഗീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 2 ടൗൺഷിപ്പുകൾക്ക് മേപ്പാടിയിലെ ചൂരൽമലയിലെ ഈ ദുരന്തബാധിത പ്രദേശത്ത് നിന്നും ഏറ്റവും അടുത്തുള്ള 2 എസ്റ്റേറ്റുകൾ, 9 എസ്റ്റേറ്റുകൾ കണ്ടതിൽ ഭൗമ്യശാസ്ത്ര പഠന സംഘം കൂടി പോയി പരിശോധിച്ച് സുരക്ഷിതമെന്ന് കണ്ടെത്തിയ 2 സ്ഥലങ്ങൾ, ഒന്ന് നെടുമ്പാല എസ്റ്റേറ്റും മറ്റൊന്ന് എസ്റ്റോൺ എസ്റ്റേറ്റുമാണ്. ഈ 2ഉം സംഭവം നടന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള സുരക്ഷിതമായ കേന്ദ്രങ്ങളാണ്. ആ 2 സ്ഥലങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 സംരക്ഷണം ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഏറ്റെടുക്കാനും അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഗവൺമെൻറ് ആലോചിച്ചു കഴിഞ്ഞു. സർവകക്ഷി യോഗം 1 മാസം കഴിയുന്നതിന് മുമ്പേ നടത്തിയപ്പോൾ തന്നെ വീടുകളുടെ പൊതുരൂപം ഉണ്ടാക്കി. 1000 സ്ക്വയർ ഫീറ്റെങ്കിലും ഒരു വീടിനുണ്ടാകണം. ആ വീടിന് പക്ഷേ 2ാമത്തെ നില വയ്ക്കണമെങ്കിൽ അതിനുകൂടി പര്യാപ്തമായിട്ടുള്ള തറ കെട്ടി ഇപ്പോൾ തന്നെ കൈമാറണം. അവിടെ രൂപീകരിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ടൗൺഷിപ്പിൽ കേവലം വീടുകൾ മാത്രമല്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളും, പൊതുകളി സ്ഥലങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, സിനിമാശാലകൾ, നീന്തൽക്കുളങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു പൊതു ആവശ്യത്തിനൊരു സമൂഹത്തിന് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം ഉണ്ടാക്കണം. ഈ ആശയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുസഭയുടെ മുമ്പാകെ വെച്ചു. പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഉൾപ്പെടെ അതിൽ പങ്കെടുത്ത എല്ലാവരും അതിനെ പൊതുവെ സ്വാഗതം ചെയ്തു. ഇനി വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് ഏറ്റു നൽകിയവരോട് അവരുടെ പ്രത്യേകമായ യോഗങ്ങൾ, സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വിളിച്ചു ചേർക്കണമെന്ന് തീരുമാനിച്ചു. 60 ദിവസം ഒരു സാധാരണ സ്ഥലമല്ല. കാരണം വയനാട്ടിൽ എല്ലാ പ്രദേശവും അങ്ങ് ഏറ്റെടുക്കാൻ പറ്റുന്നതല്ല. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ബാധകമായ സ്ഥലങ്ങൾ, ലാൻഡ് റിസംഷനിൽപ്പെട്ട് കേസുകൾ നടത്തേണ്ടതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ സ്ഥലങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് കിടന്നത്. അപ്പോഴും ആ സന്നദ്ധ സംഘടനകളെ, രാഷ്ട്രീയ പാർട്ടികളെ, യുവജന വിദ്യാർത്ഥി സംഘടനകളെ,
ആരൊക്കെയാണോ വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് അവരെ മുഴുവൻ വിളിച്ചുകൂട്ടി ഇനി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ കൂട്ടായി ഉണ്ടാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചും അടുത്ത ദിവസം തന്നെ, ഈ മാസം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും വിളിച്ചിട്ടുള്ള കൂടിയാലോചനകൾ കൂടി നടത്തിയാൽ ആ രംഗത്തേക്കും ഗവൺമെൻറ് കടക്കുകയായി. ഇത്രയേറെ വേഗത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ഗവൺമെൻറ് എല്ലാവരെയും കൂട്ടി നേതൃത്വം നൽകുമ്പോൾ ആ വിധത്തിൽ കേരളത്തിന് ലഭ്യമാകേണ്ട ഒരു പിന്തുണയോ സഹായമോ കേരളത്തിന് ഉണ്ടായില്ല എന്ന പരാതിയാണ് ഇന്ന് പൊതുവായി ഉയർന്നു വന്ന പ്രശ്നം. STRFിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്, അതിന് പ്രത്യേകമായിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ടതില്ല. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഓരോന്നിനും തുക നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുക പൊതുവെ രാജ്യത്തിന് ബാധകമാണ്, അതെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല. ഉദാഹരണത്തിന് ഒരു വീട് പൂർണ്ണമായും തകർന്നാൽ 1,30,000 രൂപയാണ് കൊടുക്കാനാകുന്ന ഏറ്റവും വലിയ സംഖ്യ. അതുകൊണ്ടൊരു വീട് നിർമ്മിക്കാനാകുമോ? ഓരോ കാര്യങ്ങൾക്കും STRFിൻ്റെ മാനദണ്ഡങ്ങളിൽ പറയുന്ന തുക തന്നെ വളരെ ചെറുതാണ്. എന്നാൽ മഹാഭൂരിപക്ഷം ആവശ്യങ്ങളും STRFിൻ്റെ മാനദണ്ഡങ്ങളിൽ പെടാത്തതുമാണ്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക മെമ്മോറാണ്ടം തയ്യാറാക്കി ആക്ച്വൽ ചെലവ് വരുന്ന പണം നമുക്ക് എപ്പോഴാണോ ചെലവ് കൊടുക്കാനേണ്ടി വരുന്നത് അപ്പോൾ നൽകണം എന്ന ആവശ്യം കേരളത്തിനൊരു പ്രത്യേക പാക്കേജായി ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ മുമ്പിൽ ലഭ്യമാകണം എന്ന കേരളത്തിൻ്റെ ആവശ്യത്തിൽ അടിയുറച്ചു നിൽക്കുകയും അക്കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോട് തുടർച്ചയായി ആവശ്യപ്പെടുകയും ചെയ്യാനാണ് ഇന്നലെ നടന്ന ക്യാബിനറ്റ് തീരുമാനിച്ചത്. അതുകൊണ്ട് കേരളത്തിന് ആവശ്യമായ പണം നൽകുക എന്ന വലിയ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കണം എന്ന് തന്നെയാണ് കേരളം ഇപ്പോഴും അഭ്യർത്ഥിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിൻ്റെ പ്രതീക്ഷയും. വളരെ നന്ദി മന്ത്രി രാജൻ.